ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരുन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഹഗണ രഘുനാഥാൻവിദം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാംബിതാംശ്ച. ഹേ കൃഷ്ണ കരുണ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വഞ്ചകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനെ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധാര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരു ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമേശ്വരം. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും വിനീതമായ പ്രണാമം. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 3 നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 34 ശ്ലോകം വരെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. 35 മുതലാണ് നമ്മൾ ഇന്ന് എടുക്കേണ്ടത്. എന്നാൽ 34 ശ്ലോകം നമ്മൾ ഡയറക്റ്റ് അതിൻ്റെ ഒരു മീനിങ് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ അതിൽ കുറച്ചും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ആചാര്യന്മാരുടെ ആ ഒരു കമൻട്രി ആസ്പദമാക്കിയിട്ട് ഡിസ്കസ് ചെയ്ത് തന്നെ അതിൻ്റെ ചെറിയൊരു ഒരു 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 വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു അഡീഷണൽ പോയിൻറ്റ്സും കൂടെ നമ്മൾ പറഞ്ഞത് എന്താണ് ചർച്ച ചെയ്ത് 34 ശ്ലോകത്തിൽ ഇന്ദ്രിയാസ്യേന്ദ്രിയാസ്യാർത്ഥേ രാഗദ്വേഷ വ്യവസ്ഥിതോ തയോർന വശം ആഗച്ഛേത് തോഹി അസ്യ പരിപന്തിനോ. അതായത് 2 കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. രാഗദ്വേഷ. അപ്പോൾ രാഗദ്വേഷ ഇന്ദ്രിയങ്ങൾക്ക് ഇന്ദ്രിയ വസ്തുക്കളോടും തോന്നുന്ന രാഗം, ദ്വേഷ അല്ലെങ്കിൽ അതിനോട് വിരക്തി തോന്നുന്നു, അല്ലെങ്കിൽ ഹേറ്റ്രഡ്, ഇംഗ്ലീഷിൽ ഹേറ്റ്രഡ് എന്ന് പറയുന്നു. അങ്ങനെ ആരും ഈ ഒരു അറ്റാച്ച്മെൻറ്റോ അല്ലെങ്കിൽ എവർഷൻ അല്ലെങ്കിൽ രാഗമോ ദ്വേഷമോ അതിൻ്റെ പിടിയിൽ നമ്മൾ വരരുത് എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ഈ രാഗദ്വേഷത്തിൻ്റെ പിടിയിൽ വരുമ്പോൾ നമ്മൾ അതെല്ലാം ആത്മസാക്ഷാത്കാരത്തിൻ്റെ തടസ്സങ്ങളാണ്, അല്ലെങ്കിൽ അതൊക്കെ ബാധയായി മാറുന്നു. നമ്മളതാണ് പറഞ്ഞത്. അപ്പോൾ രാഗത്തെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? അറ്റാച്ച്മെൻറ്റിനെ കുറിച്ച് അല്ലേ. ഒരു വ്യക്തിക്ക് ഇന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ ഇന്ദ്രിയ വസ്തുവുമായിട്ട് അടുത്ത് വരുമ്പോൾ തോന്നുന്ന ഒരു അറ്റാച്ച്മെൻറ്റ്, അത് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ള കാര്യമാണ്. ദ്വേഷത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പെർസ്പെക്റ്റീവ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ചില കാര്യങ്ങൾ നമുക്ക്, അതായത് പല കാര്യങ്ങളും, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ജീവിക്കുന്ന സമയത്ത് വേണ്ട രീതിയിൽ അതിനെ ഉപയോഗിച്ച് ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ സേവനങ്ങളിലും ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ആ ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കില്ല, അല്ലെങ്കിൽ ഇന്ദ്രിയ വസ്തുക്കളെ ഞാൻ ഭഗവത് സേവനങ്ങളിലേക്ക് എൻഗേജ് ചെയ്യില്ല, ഇന്ദ്രിയങ്ങളെ എൻഗേജ് ചെയ്യില്ല എന്ന് പറയുന്നത് ഒരു ദ്വേഷം പോലെയാണ്. കാര്യം അതും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ഇത് രണ്ടും പാടില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എന്നാൽ ഈ ദ്വേഷത്തെക്കുറിച്ച് നമ്മുടെ ആചാര്യന്മാർ പറയുന്നു വേറെ ഒരു പെർസ്പെക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ,
ദ്വേഷം എന്ന് പറയുമ്പോൾ നമ്മുടെ, അതായത് രാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസ് ഓബ്ജക്റ്റിനെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ വസ്തുക്കളോട് അടുത്ത് വരുമ്പോൾ നമുക്കതിനോട് തോന്നുന്ന ഒരു അറ്റാച്ച്മെൻറ്റിനെയാണ് രാഗം എന്ന് പറയുന്നത്. എന്നാൽ അതേപോലെ ദ്വേഷത്തെക്കുറിച്ച് ആചാര്യന്മാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ എൻജോയ് ചെയ്യാനുള്ള സെൻസ് എൻജോയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ഒരു വ്യക്തി, ഫോർ എക്സാമ്പിൾ. ഇനി അതിന് ആരെങ്കിലും തടസ്സം വരുവാണെങ്കിൽ, ആരെങ്കിലും അതിന് തടസ്സം നിൽക്കുവാണെങ്കിൽ അവരോട് തോന്നുന്ന ദ്വേഷം, അതും ഇവിടെ ദ്വേഷം എന്ന് പറയുന്നത് വേറൊരു പെർസ്പെക്റ്റീവാണ്. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ദ്വേഷത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത വിഷയവും ഇപ്പോൾ പറയുന്നത് ചെറിയൊരു വ്യത്യാസമുണ്ട്, പക്ഷേ ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് സെൻസ് എൻജോയ്മെൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഇന്ദ്രിയ സുഖഭോഗങ്ങൾ അതിൽ ആസ്വാദനം കണ്ടെത്തണമെന്ന് ആഗ്രഹിക്കുന്നു, നമ്മൾ അതിനുവേണ്ടി ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കുന്നു. എന്നാൽ അതിന് തടസ്സം വരുമ്പോൾ നമുക്ക് ദേഷ്യം വരുന്നു, ദ്വേഷം വരുന്നു. അതിനെയും ദ്വേഷം എന്ന് പറയും. അപ്പോൾ ഇത് രണ്ടിൻ്റെയും പിടിയിൽ വരാൻ പാടില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റോ അല്ലെങ്കിൽ അതിന് ആരെങ്കിലും തടസ്സം നിൽക്കുമ്പോൾ ഇത് വലിയൊരു പ്രശ്നമാണ്. ഈ തടസ്സം നിൽക്കുമ്പോൾ ദേഷ്യം വരുന്നതും അല്ലെങ്കിൽ ദ്വേഷം തോന്നുന്നതും നമുക്കെല്ലാവർക്കും സംഭവിക്കുന്നതാണ്. നമ്മൾ ഉദ്ദേശിച്ച പോലെ, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ നമ്മൾ ഫ്രണ്ട്സാണ്. നാളെ അതേ വ്യക്തി തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് നിന്ന് മാറി ചിന്തിച്ച് വേറൊരു കാര്യം പറയുവാണെങ്കിൽ, അപ്പോൾ നമ്മുടെ ലക്ഷ്യം അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യം നടക്കാതെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദ്വേഷം. കാര്യം നമ്മുടെ സെൻസ് എൻജോയ്മെൻറ്റിന് ആ വ്യക്തി ബാധയായി മാറുന്നു. അപ്പോൾ നമ്മുടെ ശത്രുവാകുന്നു, ദ്വേഷം തോന്നുന്നു. അതാണ്. അപ്പോൾ ഇതും അപകടമാണ്. അപ്പോൾ ഇതൊക്കെ ബാധയാണ്. എന്തിന്? ആത്മസാക്ഷാത്കാരത്തിൻ്റെ ബാധകളാണ് ഇതെല്ലാം. ആത്മസാക്ഷാത്കാരമാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ സെൻസ് എൻജോയ്മെൻറ്റ് ഡെഫിനറ്റ്ലി അത് തടസ്സമാണെന്ന് നമുക്കറിയാം. കാര്യം കൂടുതൽ കർമ്മങ്ങൾ ചെയ്യുന്നു, കൂടുതൽ ബോണ്ടേജ് വരുന്നു സെൻസ് എൻജോയ്മെൻറ്റിൻ്റെ പുറകിൽ പോകുമ്പോൾ. പിന്നെ അതിൻ്റെ പുറകിൽ നമ്മൾ ആരെങ്കിലും ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് അതിനെ അല്ലെങ്കിലും നമ്മുടെ സെൻസ് എൻജോയ്മെൻറ്റ് തടസ്സം നിൽക്കുകയാണെങ്കിൽ അവരോട് ദേഷ്യം തോന്നി കഴിഞ്ഞാൽ അടുത്ത വേറെ കർമ്മമാണ് അവിടെ വരുന്നത്. പിന്നെ അത് വേറെ ലെവലിലേക്ക് പോകുന്നു. അപ്പോൾ ഇതെല്ലാം പ്രശ്നമാണ്. അതേപോലെ തന്നെ സെൻസസ് ഉപയോഗിച്ച് അതിനെ വെറുതെ വെക്കുന്നതിന് പകരം ഭഗവാന്റെ സേവനങ്ങളിലേക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ അതും പ്രശ്നമാണ്. ഞാൻ ഈ കണ്ണ് ഉപയോഗിക്കില്ല, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മറ്റുള്ള ഇന്ദ്രിയങ്ങൾ ഒന്നിനും ഉപയോഗിക്കില്ല എന്ന് പറയുന്നത് ശരിയല്ല. ആക്ച്വലി ഇന്ദ്രിയങ്ങളെ നമ്മൾ ഭഗവത് സേവനങ്ങളിലേക്ക് ഉപയോഗിക്കണം. അതാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. എൻഗേജ് ചെയ്യുക എന്നുള്ളത്. അല്ലാതെ അതിനെ വിരക്തി നേടി ഒന്നും ചെയ്യാതെ നമ്മൾ ആരും എന്താ പറയുക, റിനൗൺസിയേഷൻ എടുത്ത് പോകണമെന്ന് ആരും പറയുന്നില്ല. അർജുനോട് അതല്ല ഉപദേശം കൊടുക്കുന്നത്. അർജുനോട് നീ ചെയ്യേണ്ട കാര്യങ്ങൾ നീ ചെയ്യണം, നീ അതിൽ നിന്ന് ഓടിപ്പോവുകയല്ല ചെയ്യേണ്ടത്. യു ഡു ഇറ്റ് ഫോർ മീ. കൃഷ്ണൻ ഭഗവാൻ പറയുന്നത് എനിക്ക് വേണ്ടി ചെയ്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 34-ാമത്തെ ശ്ലോകത്തിലെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. 35-ലെ ശ്ലോകം നമുക്ക് നോക്കാം. ശ്ലോകം 35. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാസ്വ അനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. ഓക്കെ, ആരെങ്കിലും ഒരാൾ വായിക്കൂ. പ്രഭു. ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമ്മസ്വനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. ഹരേ കൃഷ്ണ. യെസ്, വേറെ ആർക്കെങ്കിലും ശ്ലോകം വായിക്കണമെങ്കിൽ വായിച്ചു പോകും, എന്നിട്ട് വിവർത്തനം വായിക്കും. യെസ്, വായിക്കൂ, സമയം. ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമ്മ സ്വനിഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹഃ. ഓക്കെ, ഓക്കെ.
ഇനി ആരും വായിക്കാനില്ലെങ്കിൽ വിവർത്തനം ഭാവാർത്ഥം വായിക്കും, സമയം കളയാതെ. കുറച്ചോട് കൂടിയാണെങ്കിൽ പോലും തനിക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള ചുമതലകൾ നിറവേറ്റുകയാണ് അന്യരുടെ കർത്തവ്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നതിനേക്കാൾ നല്ലത്. സ്വകൃത്യ നിർവഹണത്തിൽ നാശം സംഭവിക്കുന്നതും മറ്റുള്ളവരുടെ കർമ്മം ചെയ്യുന്നതിനേക്കാൾ ശ്രേയസ്കരം തന്നെ. അന്യരുടെ വഴി സ്വീകരിക്കുന്നത് ആപത്കരമാണ്. ഭാവാർത്ഥം ശ്രീല പ്രഭാതിക്ക് ജെ. അന്യർക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള കർമ്മങ്ങൾ നിർവഹിക്കുകയല്ല, സ്വകർത്തവ്യങ്ങൾ പൂർണ്ണമായ കൃഷ്ണാവബോധത്തോടെ നിറവേറ്റുകയാണ് ഒരാൾ ചെയ്യേണ്ടത്. ഒരാളുടെ മാനസികവും ശാരീരികവുമായ കഴിവിന് വിധേയമായും ത്രിഗുണങ്ങളുടെ സ്വാധീനത കൊണ്ടുമാണ് ഭൗതികമായ കർമ്മങ്ങൾ വിധിക്കപ്പെട്ടിരിക്കുന്നത്. കൃഷ്ണന്റെ അതീന്ദ്രിയ സേവനത്തിനായി ആത്മീയ ഗുരു നിർദ്ദേശിക്കുന്നവയാണ് ആധ്യാത്മിക കർത്തവ്യങ്ങൾ. ഭൗതികമായാലും ആധ്യാത്മികമായാലും തനിക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങളിൽ തന്നെ മരണം വരെയും ഉറച്ചു നിൽക്കുന്നതാണ് മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നതിനേക്കാൾ നല്ലത്. ആധ്യാത്മിക രംഗത്തും ഭൗതിക തലത്തിലും ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കാം. ആധികാരികമായ നിർദ്ദേശത്തെ അനുസരിക്കുക എന്ന നിലപാടാണ് എപ്പോഴും കർമ്മം ചെയ്യുന്ന ആൾക്ക് നല്ലത്. ഭൗതികമായ പ്രകൃതി ഗുണങ്ങളുടെ മോഹവലയത്തിലായിരിക്കുമ്പോൾ പരിതസ്ഥിതിക്ക് അനുസരിച്ച് വിധിക്കപ്പെട്ട നിയമങ്ങൾ നാം ഓരോരുത്തരും അനുസരിക്കുക തന്നെ വേണം. മറ്റുള്ളവരെ അനുകരിച്ചുകൂടാ. ഉദാഹരണമായി ഒരു ബ്രാഹ്മണൻ സാത്വിക സ്വഭാവി ആകയാൽ ഹിംസാ തൽപരനല്ല. ക്ഷത്രിയനാകട്ടെ രജോഗുണ സ്വഭാവിയാണ്, അയാൾക്ക് ഹിംസ അനുവദനീയവുമാണ്. അങ്ങനെയിരിക്കെ ഒരു ക്ഷത്രിയന് അഹിംസാനിരതനായ ബ്രാഹ്മണനെ അനുകരിക്കുന്നതല്ല, ഹിംസയുടെ ചട്ടങ്ങൾ അനുസരിച്ച് പൊരുതി തോൽക്കുന്നതാണ് ഉത്തമം. ഓരോരുത്തരും പടിപടിയായിട്ടാണ് ഹൃദയ ശുദ്ധീകരണം ചെയ്യേണ്ടത്, പെട്ടെന്നല്ല. എന്നാൽ പ്രകൃതി ഗുണങ്ങൾക്കതീതനും തികച്ചും കൃഷ്ണാവബോധമാർന്നവനുമായാൽ ഒരാൾക്ക് വിശ്വാസനായ ആധ്യാത്മിക ഗുരുവിന്റെ ഉപദേശപ്രകാരം എന്തു വേണമെങ്കിലും ചെയ്യാം. കൃഷ്ണാവബോധത്തിന്റെ അത്യുന്നത അവസ്ഥയിൽ ക്ഷത്രിയൻ ബ്രാഹ്മണനെ പോലെയും ബ്രാഹ്മണൻ ക്ഷത്രിയനെ പോലെയും പ്രവർത്തിച്ചേക്കാം. അതീന്ദ്രിയ തലത്തിലായിരിക്കുമ്പോൾ ഭൗതിക ലോകത്തിലെ അവസ്ഥാഭേദങ്ങൾ ബാധകമല്ല. ഒരു ഉദാഹരണം, വിശ്വാമിത്രൻ ക്ഷത്രിയനായിരുന്നു, എങ്കിലും ഒടുവിൽ ബ്രാഹ്മണനെ പോലെ പ്രവർത്തിച്ചു. പരശുരാമനാകട്ടെ ബ്രാഹ്മണനായിരുന്നിട്ടും പിന്നീട് ക്ഷത്രിയ വൃത്തിയിലാണ് ഏർപ്പെട്ടത്. അതീന്ദ്രിയ നിലയിലായിരുന്നുകൊണ്ട് അവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ ഭൗതിക തലത്തിലിരിക്കെ പ്രകൃതി ഗുണാനുസൃതമായി തന്നെ ഏതൊരാളും പ്രവർത്തിക്കണം. അതേസമയം കൃഷ്ണാവബോധം പൂർണ്ണമായും ഉൾക്കൊള്ളുകയും വേണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ ഭഗവാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാസ്വ അനുഷ്ഠിതാത്. അതായത് ഏറ്റവും നല്ല കാര്യം എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ ഡ്യൂട്ടിയാണ്. നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണോ, ശ്രേയാൻ സ്വധർമ്മം എന്താണോ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ വേറെ ആരെയും ഇമിറ്റേറ്റ് ചെയ്യുകയല്ല വേണ്ടത് എന്നാണ് പറയുന്നത്. അതെന്താണെന്നുള്ള എക്സ്പ്ലനേഷൻ ഓൾറെഡി ശില പ്രഭുപാദി പറഞ്ഞിട്ടുണ്ട്, ഭാവാർത്ഥത്തിൽ വായിച്ചു. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. സ്വധർമ്മേ നിധനം. ഇനി ഈ സ്വധർമ്മമാണെങ്കിൽ നമ്മൾ മരിക്കുന്നവരെ നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്യണം. എന്നാൽ വേറെ ആളുടെ പാത പിന്തുടരാൻ നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ഡ്യൂട്ടി ചെയ്യാതെ നമ്മൾ വേറെ ആരെങ്കിലും കോപ്പി ചെയ്യാനോ അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യാനോ നോക്കിക്കഴിഞ്ഞാൽ അത് ശരിയല്ല. അത് അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ അത് ഡേഞ്ചറസ് ആണെന്ന് പറയുന്നത് ഭഗവാൻ. ആ ഒരു വഴി ഭയ ആവഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡേഞ്ചർ ആയിട്ടുള്ളൊരു വഴിയാണ്, വേറെ ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. ശില പ്രഭുപാദി ഭാവാർത്ഥത്തിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. നമ്മൾ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടീസ് ഉണ്ട്, പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടീസ് ഉണ്ട്, അല്ലേ, സ്വധർമ്മമുണ്ട്. അതനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ പറയുന്ന സ്വധർമ്മം രണ്ട് തരത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് ഗുണകർമ്മ വിഭാഗശ, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. ഗുണത്തിൻ്റെയും കർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് വർണ്ണാശ്രമധർമ്മം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വർണ്ണാശ്രമധർമ്മം ഓരോരുത്തരുടെ ഗുണം അനുസരിച്ചിട്ടാണ് നമുക്ക് ആ ഒരു. ഇപ്പോൾ ബ്രാഹ്മണ കുലത്തിൽ നമ്മൾ ബ്രാഹ്മണനായിട്ട് ജനിക്കുകയാണെങ്കിൽ ആക്ച്വലി ആ ഒരു ഗുണം ഐഡിയലി വേണം. ഇപ്പോൾ കലിയുഗത്തിൽ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറൈസേഷൻ പറയാൻ സാധിക്കില്ല. എല്ലാവരും ശൂദ്ര കാറ്റഗറിയിൽ വരുന്നു. പക്ഷേ ഐഡിയലി പറയുവാണെങ്കിൽ ഗുണത്തിൻ്റെയും കർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പറയുന്ന ഏതെങ്കിലും വർണ്ണത്തിൽ നമ്മൾ വരുന്നത്. അപ്പോൾ ബ്രാഹ്മണൻ്റേതായിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ട് ചെയ്യുന്നത്. അതായത് വേദപഠനം, മറ്റുള്ളവർക്ക് അഡ്വൈസ് ചെയ്യുക, ഇതേപോലെ ശാസ്ത്രങ്ങൾ പഠിപ്പിക്കുക, അവനവൻ പഠിപ്പിക്കുക, മറ്റുള്ളവർക്ക് പഠിപ്പിക്കുക. ഇത് ബ്രാഹ്മണൻ്റെ ഡ്യൂട്ടിയാണ്.
ഡെഫിനറ്റ്ലി ബ്രാഹ്മണനാണ്, വേദങ്ങൾ പഠിക്കുക, ശാസ്ത്രങ്ങൾ പഠിക്കുന്നു, അദ്ദേഹം പഠിക്കുന്നു, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇതാണ് ബ്രാഹ്മണൻ്റെ ഡ്യൂട്ടി, അഡ്വൈസറി. ക്ഷത്രിയൻ്റെ ഡ്യൂട്ടി എന്താണ്? അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് ക്ഷത്രിയൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ അതിൽ ചില സമയത്ത് നമ്മൾ ചിലപ്പോൾ ചില ആക്ഷൻസ് എടുക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ സ്ട്രിക്റ്റ് ആവേണ്ടി വരും. അല്ലെങ്കിൽ ചിലപ്പോൾ വയലൻസ്, ഇപ്പോൾ ഒരു രാജാവിൻ്റെ ഒരു പൊസിഷനാണ് എടുക്കുന്നത് വെച്ചാൽ, അല്ലെങ്കിൽ ഭരണാധികാരിയുടെ പൊസിഷനാണെങ്കിൽ ഒരുപക്ഷെ അധർമ്മികളെ ശിക്ഷിക്കേണ്ടി വരും. അപ്പോൾ അവിടെ ആ വയലൻസ് ആക്ച്വലി ആസ് പെർ ശാസ്ത്രമാണ് ചെയ്യുന്നത്. കാര്യം അധർമ്മികളെ ശിക്ഷിക്കാനുള്ള വകുപ്പുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ കർമ്മം ഫലം വരുന്നില്ല. എന്നാലും ആ ഒരു കാര്യം ചെയ്യുക എന്ന് പറയുന്നത് അത് ഒരു വയലൻസിൻ്റെ ഭാഗമാണ്, അഹിംസയുടെ ഒരു ഭാഗമാണ്. ഹിംസ, വയലൻസ് എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ട്. പക്ഷേ അത് നല്ല ഗുഡ് കോസിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് ദാറ്റ് ഈസ് ആസ് പെർ സ്ക്രിപ്റ്റേഴ്സ്, അല്ലെങ്കിൽ ശാസ്ത്രവിധി പ്രകാരമാണ്. കാരണം അധർമ്മം ചെയ്യുന്നുണ്ടവരെ ശിക്ഷിക്കണം എന്നുള്ളത് ഒരു ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആ സമയത്ത് ഭരണാധികാരി പറയുന്നു, അല്ലെങ്കിൽ രാജാവ് പറയുന്നു, ഓഹോ ഇല്ല, അദ്ദേഹം ബ്രാഹ്മണൻ്റെ പോലെ ബിഹേവ് ചെയ്യുകയാണെങ്കിലോ, അപ്പോൾ ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷ കൊടുത്തില്ലെങ്കിലോ, അപ്പോൾ അദ്ദേഹം ആക്ച്വലി ക്ഷത്രിയൻ്റേതായിട്ടുള്ള ഡ്യൂട്ടി ചെയ്യുന്നതിന് പകരം അദ്ദേഹം ബ്രാഹ്മണനെ പോലെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. ബ്രാഹ്മണരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു ഹിംസയ്ക്കും പോവില്ല. അവരുടെ നേച്ചറെ വ്യത്യാസമുണ്ട്. എപ്പോഴും സത്വഗുണത്തിലിരിക്കുന്നവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് നേച്ചർ വ്യത്യാസമുണ്ട്. അവർ ചെയ്യുന്ന ഡ്യൂട്ടി നേരത്തെ പറഞ്ഞ പോലെ വേദങ്ങൾ പഠിക്കുക, ശാസ്ത്രങ്ങൾ പഠിക്കുക, മറ്റുള്ളവരെ പഠിപ്പിക്കുക, ഭക്തി സേവനങ്ങൾ മറ്റുള്ളവരെയൊക്കെ മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കുക, അഡ്വൈസ് ചെയ്യുക, അതാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഇതേപോലെ ശിക്ഷിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്ക് പോവില്ല. കാര്യം അത് അവരുടെ നേച്ചറല്ല. അവരത് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം ക്ഷത്രിയനെ ഇമിറ്റേറ്റ് ചെയ്യേണ്ട കാര്യമില്ല ബ്രാഹ്മണന്. അതേപോലെ തന്നെ ക്ഷത്രിയനായിട്ടുള്ള ഒരാൾ ബ്രാഹ്മണനെ പോലെ ആവേണ്ട ആവശ്യമില്ല. അദ്ദേഹം എടുക്കേണ്ട ആക്ഷൻ എടുക്കണം. ഇവിടെ അർജുനോട് ഈ കാര്യം പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, അർജുനൻ ക്ഷത്രിയനാണ്, പക്ഷേ അദ്ദേഹം ബ്രാഹ്മണനെ പോലെ നോൺ വയലൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യം പറയുകയാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യില്ല, യുദ്ധം ചെയ്യില്ല, യുദ്ധത്തിൽ നിന്ന് ഓടിപ്പോവാൻ രക്ഷപ്പെടാൻ നോക്കുവാണ്. അപ്പോൾ അർജുനൻ്റെ സ്വധർമ്മം എന്താണ്? ആസ് എ ക്ഷത്രിയൻ ധർമ്മം പുനഃസ്ഥാപിക്കുക, ധർമ്മത്തെ പരിപാലിക്കണം, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അധർമ്മികളെ അവസാനിപ്പിക്കണം. അർജുനൻ്റെ ഡ്യൂട്ടിയാണ്. അതാണ് സ്വധർമ്മം അർജുനെ സംബന്ധിച്ച്. പക്ഷേ അത് ചെയ്യാതെ അദ്ദേഹം ഓടിപ്പോവാൻ നോക്കുവാണെങ്കിൽ അവിടെയാണ് ഭഗവാൻ ഇവിടെ ഉപദേശം കൊടുക്കുന്നത്. അവനവൻ്റെ ഡ്യൂട്ടി ചെയ്യുക. അത് ഈവൻ അത് ഫോൾട്ട് ഉണ്ടെങ്കിലും അതിൽ, അതായത് നമുക്കത് പൂർണ്ണമായിട്ടും ശരിയായിട്ടുള്ള രീതിയിൽ ആ ഒരു ഡ്യൂട്ടി ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഡു യുവർ ഡ്യൂട്ടി. നിങ്ങളതിൽ ജയിക്കണമെന്നോ അല്ലെങ്കിൽ അതിന് റിസൾട്ട് കിട്ടണമെന്നോ ഇല്ല. ഡു ഇറ്റ്. അല്ലാതെ അത് ചെയ്യുന്നതിന് പകരം വേറൊരാളെ കോപ്പി ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ വേറെ ആശ്രമത്തിലുള്ള അല്ലെങ്കിൽ വേറെ വർണ്ണത്തിലുള്ളവരെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ നമ്മുടെ ഡ്യൂട്ടി ചെയ്യാതെ, അത് ശരിയല്ല. അതാണ് പറയുന്നത് ഭഗവാൻ, അത് ഭയാവഹ, അത് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ്, വേറൊരാളുടെ കാര്യം ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഐഡിയൽ കാര്യം. അതായത് ഭൗതിക ലോകത്തിൽ ഇരിക്കുന്ന സമയത്ത്, ഇവിടെ ഇരിക്കുന്ന സമയത്ത്, ഈ ത്രിഗുണങ്ങളുടെ അധീനതയിൽ വരുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യമാണ് ഇവിടെ ഭഗവാൻ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നു, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഡ്യൂട്ടി ഉണ്ട്, സ്വധർമ്മമുണ്ട്. നമ്മുടെ സ്വധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇപ്പോൾ ചോദ്യം വരാം. നമ്മൾ ഏത് കാറ്റഗറിയിൽ വരും? ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഏതിൽ വരും? നമ്മളെല്ലാവരും ശൂദ്രരുടെ കാറ്റഗറിയിൽ വരുന്നു. ഈവൻ ബ്രാഹ്മണനായിട്ട് ജനിച്ചാൽ പോലും. കാര്യം നമ്മളെല്ലാവരും ശൂദ്രൻ്റെ ഒരു ഡ്യൂട്ടി, അല്ലെങ്കിൽ ശൂദ്രൻ എന്ന് വിളിക്കാം. ആരെങ്കിലും നിന്നും സാലറി പറ്റുന്നുണ്ടെങ്കിൽ, നമ്മൾ ശമ്പളം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അവർ ശൂദ്രരാകും ഓട്ടോമാറ്റിക്കലി. ബിക്കോസ് വി ആർ വർക്കിംഗ് ഫോർ സംബഡി. അപ്പോൾ നമ്മളെല്ലാവരും ഒരുപക്ഷെ ഇനി നമ്മൾ ആരെങ്കിലും ഒരാൾ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിലും അവരും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ശമ്പളം പറ്റുന്നുണ്ടെങ്കിൽ അവർ ശൂദ്രരുടെ ജോലിയാണ് ചെയ്യുന്നത്. ബിക്കോസ് ബ്രാഹ്മണൻ ആസ് പെർ ശാസ്ത്രപ്രകാരം വർണ്ണാശ്രമധർമ്മത്തിൽ ബ്രാഹ്മണന് ദക്ഷിണയും ഡൊണേഷൻസുമാണ് വാങ്ങിക്കുന്നത്. അല്ലാതെ ഒരു എല്ലാ മാസവും ഇത്രയും ശമ്പളം, അങ്ങനെ ഒരു സെറ്റപ്പ് അല്ല. അതല്ല അവരുടെ നേച്ചർ. അത് ആരെങ്കിലും ദക്ഷിണ കൊടുക്കുവാണ്, ദാനം കൊടുക്കുവാണെങ്കിൽ വാങ്ങിക്കും. അങ്ങനെയാണ് അവർ
അവരുടെ സിസ്റ്റം. ഈവൻ സന്യാസിമാർ, നമുക്കറിയാം, നമ്മളിവിടെ വൈഷ്ണവ സന്യാസിമാരൊക്കെ വരുമ്പോൾ, ബ്രഹ്മചാരിമാർ വരുമ്പോൾ അവർ ഫുള്ളി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് ഭഗവാന്റെ സർവീസസിലേക്ക്, അല്ലേ? ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട്, ഹരകൃഷ്ണ പ്രസ്ഥാനത്തിനും കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുന്നതിനും വേണ്ടി അവരുടെ സമയവും അവരുടെ ജീവിതം മുഴുവനും മാറ്റിവെച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേറെ ഒരു ശൂദ്രനെ പോലെ, നമ്മളെപ്പോലെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത് മാസം ശമ്പളം പറ്റുന്നവരല്ല. അവർക്ക് ദാനം കൊടുക്കുന്നത് ഉത്തമമാണ്, അവരത് സ്വീകരിക്കുകയും ചെയ്യും. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള കാര്യം. അപ്പോൾ അവരുടെ ധർമ്മം, അപ്പോൾ അവരെല്ലാവരും ചെയ്യുന്നത് ഒരു ബ്രാഹ്മണന്റെ കാര്യം, അല്ലെങ്കിൽ അതിൽ പലവരും, എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. ചിലവർ ക്ഷത്രിയരുടെ ധർമ്മം ചെയ്യുന്നുണ്ട്, കാര്യം അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നുണ്ട്. ഈവൻ ബ്രഹ്മചാരി ആശ്രമത്തിലിരിക്കുന്നവരും അതിൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നവരുണ്ടാവും. ചിലവർ പ്രീച്ചിങ് ആയിരിക്കും, ടീച്ചിങ് ആയിരിക്കും പ്രൊഫഷൻ, അല്ലെങ്കിൽ അത് അവരുടെ ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കത് നമ്മുടെ പ്രസ്ഥാനത്തിൽ തന്നെ, നമ്മുടെ സത്സംഗത്തിൽ തന്നെ, ഇവിടെ തന്നെ നമ്മുടെ അവതാരി ദേശം എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ബ്രാഹ്മണരുടെ ക്വാളിറ്റീസ് ഉള്ളവരെയും ക്ഷത്രിയരുടെ ക്വാളിറ്റീസ് ഉള്ളവരെയും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും വളരെ ഈസി ആയിട്ട്. അത് നമ്മളൊന്ന് അനലൈസ് ചെയ്താൽ മതി. ഞാൻ പബ്ലിക് ഫോറം ആയതുകൊണ്ട് പേരുകൾ പറയുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ബ്രാഹ്മണരുടെ നേച്ചർ എന്താണ്? അവരുടെ ഇഷ്ടം, അല്ലെങ്കിൽ അവർ ചെയ്യുന്നത്, അവരുടെ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡിയിങ് സ്ക്രിപ്റ്റേഴ്സ്, ശാസ്ത്രങ്ങൾ പഠിപ്പിക്കുക, പ്രീച്ച് ചെയ്യുക, സ്പിരിച്വൽ നോളജ് നമ്മൾ പഠിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. ചിലവർ അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും, മാനേജ്മെൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ, യാത്ര മാനേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ മാനേജ്മെൻറ്റ് ലെവലിലുള്ള സർവീസസ് ആയിരിക്കും അവർ ചെയ്യുക. അപ്പോൾ ഓരോരുത്തരുടെയും നേച്ചർ അനുസരിച്ചിട്ടാണ്. നമുക്ക് ആരെയും ഫോഴ്സ് ചെയ്യാൻ സാധിക്കില്ല. ഒരാളെ പിടിച്ച്, താല്പര്യമില്ലാത്ത ഒരാളെ പിടിച്ച് മാനേജ്മെൻറ്റിൽ ഇരുത്തി കഴിഞ്ഞാൽ ശരിയാവില്ല. താല്പര്യം എന്ന് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക് മനസ്സിലൊരു ഇത് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് വേണം. ഇൻട്രസ്റ്റ് ഇല്ലാതെ ഒരാളെ കൊണ്ട് മാനേജ്മെൻറ്റിൽ ഇരുത്തി കഴിഞ്ഞാൽ ശരിയാവില്ല. അവരുടെ ഇൻട്രസ്റ്റ് എന്താണോ, അല്ലെങ്കിൽ അവരുടെ നേച്ചർ എന്താണോ, ആ നേച്ചർ അനുസരിച്ചിട്ടാണ് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇത് എങ്ങനെ മനസ്സിലാവും എന്നുള്ളതൊരു ക്വസ്റ്റ്യനാണ്. അതാണ് ശ്രീ ഗുരുവിൽ നിന്ന് നമ്മൾ ഇതെല്ലാം ശ്രീ ഗുരു നമുക്ക് പറഞ്ഞു തരും. ആക്ച്വലി പറയുകയാണെങ്കിൽ അതുകൊണ്ട് ദീക്ഷാ പ്രോസസ്സ് നമ്മുടെ IDCയിൽ പഠിച്ച പോലെ അതിനൊരു സമയമുണ്ട്. ഗുരുവിന് അങ്ങോട്ടും നമ്മളെക്കുറിച്ച് മനസ്സിലാക്കുവാനും നമ്മളെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ച് മനസ്സിലാക്കുവാനും സമയം ശരിക്കും ഉണ്ട്. അപ്പോൾ നമ്മുടെ നേച്ചർ എന്താണോ, നമുക്ക് എന്തിനോടാണോ നാച്ചുറലി നമ്മുടെ ഇൻക്ലിനേഷൻ ഉള്ളത്, ഒരു ബ്രാഹ്മണൻ്റെ മോഡാണോ കൂടുതൽ, അല്ലെങ്കിൽ ഒരു ക്ഷത്രിയൻ്റെ മോഡാണോ, അഡ്മിനിസ്ട്രേഷൻ ആണോ താല്പര്യം, അതനുസരിച്ചിട്ടാണ് ഗുരു പിന്നീട് നമുക്ക് സർവീസ് തരിക. ചിലവർക്ക് ഈ പറഞ്ഞ പോലെ രണ്ടും ഉണ്ടാവും, ബ്രാഹ്മണൻ്റെ ക്വാളിറ്റീസും പ്ലസ് ക്ഷത്രിയൻ്റെ ക്വാളിറ്റീസും ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത്, ഏത് സമയത്ത്, അല്ലെങ്കിൽ സമയവും കാലത്തിലും ഏതാണ് അനുയോജ്യമായിട്ടുള്ളത്, എവിടെയാണ് ആവശ്യം കൂടുതൽ, അതനുസരിച്ചിട്ട് ഗുരു നിർദ്ദേശിക്കും അതിലേതെങ്കിലും ഒരെണ്ണം സ്വീകരിക്കാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെയാണ് സാധാരണഗതിയിൽ പറയുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് ഡ്യൂട്ടീസ് തിരിച്ചറിയാം. നമ്മളെല്ലാവരും ശൂദ്രരാണ്, പക്ഷേ എന്നാലും നമ്മൾ ഓരോരുത്തരും ആ ഒരു കാറ്റഗറിയിൽ, നമ്മളാരും ബ്രാഹ്മണരായിട്ട് ജനിച്ചവരായിരിക്കില്ല അവർ, പക്ഷേ എന്നാലും ക്വാളിറ്റീസ് ഒരു പക്ഷേ ചില സമയത്ത് ബ്രാഹ്മണരുടെ ഉണ്ടാവും, ചില സമയത്ത് ക്ഷത്രിയരുടെ ആയിരിക്കാം. അപ്പോൾ ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുക. ഈ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണത്തിൻ്റെ ഒരു കോമ്പിനേഷൻസിലാണ് നമ്മളെല്ലാവരും നടക്കുന്നത്. പക്ഷേ എന്നാലും ഒരു മേജറായിട്ടുള്ള ഒരു ഗുണമുണ്ടാവും, ഒരു നേച്ചർ ഉണ്ടാവും എല്ലാവർക്കും. അത് ഓരോരുത്തർക്കും ഉണ്ട്. നമ്മൾ ഓരോരുത്തരെ അനലൈസ് ചെയ്യുമ്പോൾ, നമ്മളെ തന്നെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഇഷ്ടം. ചിലവർക്ക് വളരെ ഇഷ്ടമാണ് ലീഡർ ആവാൻ. കണ്ടിട്ടുണ്ടോ? ലീഡർ ആവാൻ കുറേ, അതായത് ആളുകളുടെ മുമ്പിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ക്ലാസ് എടുക്കുന്ന കാര്യമല്ല പറയുന്നത്, അത് ബ്രാഹ്മണൻ്റെ ഒരു നേച്ചറാണ്. അതായത് ക്ലാസ് എടുക്കുക, പ്രീച്ച് ചെയ്യുക, ടീച്ച് ചെയ്യുക, പഠിപ്പിക്കുക എന്നുള്ളതൊക്കെ ഒരു ബ്രാഹ്മണൻ്റെ നേച്ചറാണ്. എന്നാൽ ഒരു ആസ് എ ലീഡർ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിനെ കോർഡിനേറ്റ് ചെയ്യുന്നു, ആ ഒരു ആൾക്കാരെ മാനേജ് ചെയ്യുന്നു, അതൊക്കെ ക്ഷത്രിയൻ്റെ ഒരു ലക്ഷണങ്ങളാണ്. സോ അങ്ങനെയുള്ള താല്പര്യമുള്ളവരുണ്ടാവും. അതൊരു സർവീസാണ്, ഓഫ് കോഴ്സ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ നേച്ചർ ആയിരിക്കും ഉണ്ടാവുക. ആ നേച്ചർ എന്താണോ അതാണ് നമ്മൾ പരിപോഷിപ്പിക്കേണ്ടത്. ഇല്ലാത്ത നേച്ചറിനെ നമ്മൾ ചെയ്യേണ്ട. അതാണ് ഭഗവാൻ പറയുന്നത്. നമ്മുടെ നേച്ചർ എന്താണോ ഫോളോ ദാറ്റ്. വേറെ ആളെ കോപ്പി ചെയ്യാൻ നോക്കേണ്ട ആവശ്യമില്ല. നിർബന്ധിച്ച് ഒരാളെ കുറിച്ച് മാനേജറാക്കി കഴിഞ്ഞാൽ
ആളുടെ ഇൻക്ലിനേഷൻ ശാസ്ത്രങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനും ആണെങ്കിൽ നീ ഇപ്പോൾ നാളെ പ്രസിഡൻ്റ് ആവോ അല്ലെങ്കിൽ യാത്ര ലീഡർ ആവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയും ഡിവോട്ടി ഡിവോട്ടി ആണെങ്കിൽ ചിലപ്പോൾ മാനേജ് ചെയ്യുമായിരിക്കും, പക്ഷേ ഉള്ളിൽ അതായിരിക്കില്ല ആളുടെ നേച്ചർ. സോ എന്നാൽ ഇത് ജനറലി പറയുകയാണെങ്കിൽ അപ്പോൾ മോഡ്സ് ഓഫ് മെറ്റീരിയൽ നേച്ചർ അല്ലെങ്കിൽ ത്രിഗുണങ്ങൾ അനുസരിച്ചിട്ടാണ് ഈ ഡ്യൂട്ടീസ് വരുന്നത്. അപ്പോൾ ഈ ഡ്യൂട്ടീസ് എല്ലാം നമ്മൾ പെർഫോം ചെയ്യണം, എന്താണോ ചെയ്യേണ്ടത്. പക്ഷേ കൂട്ടത്തിൽ കൃഷ്ണാവബോധത്തോട് കൂടിയിട്ടായിരിക്കണം ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. എന്ത് ഡ്യൂട്ടി ആണെങ്കിലും, നമ്മൾ ബ്രാഹ്മണൻ്റെ ഡ്യൂട്ടി ആണെങ്കിലും ക്ഷത്രിയൻ്റെ ഡ്യൂട്ടി ആണെങ്കിലും മാനേജ്മെൻറ്റിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സാധാരണ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് പരിപാടി നടക്കില്ല ഭക്തിയിൽ. കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളിൽ നടക്കും. എന്നാൽ അതേ കാര്യം തന്നെ നമ്മൾ പ്രസ്ഥാനത്തിൽ, നമ്മുടെ ഹരികൃഷ്ണ പ്രസ്ഥാനത്തിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിൽ ആ കോർപ്പറേറ്റ് സ്ട്രാറ്റജീസ് എല്ലാം ഇവിടെ വർക്കൗട്ട് ആവില്ല, വർക്കൗട്ട് ആവാൻ പാടില്ല. ബിക്കോസ് എന്താ വെച്ചാൽ അവിടെ കൂടുതലും റിസൾട്ട് ഓറിയൻറ്റഡും അങ്ങനെ അവിടുത്തെ സ്ട്രാറ്റജീസേ വ്യത്യാസമാണ് കമ്പനിയിൽ, കോർപ്പറേറ്റ് ലെവലിൽ. ഇവിടെ കൃഷ്ണ കോൺഷ്യസ്നെസ്സിനെ ഭഗവാനെ നടുക്ക് നിർത്തിക്കൊണ്ടുള്ള സ്ട്രാറ്റജീസാണ് വേണ്ടത്. അപ്പോൾ എവിടെയാണോ ആ കൃഷ്ണ കോൺഷ്യസ് എന്ന് പറയുന്ന എലമെൻ്റ് പോകുന്നത്, അപ്പോൾ വെറും കോർപ്പറേറ്റ് മാനേജ്മെൻ്റ് ആവും. അത് നല്ലതല്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് എപ്പോഴും പറയും ശിലപ്രഭാജി, ഒരു ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡർ സ്പിരിച്വലി പവർഫുൾ ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കണം, അല്ലെങ്കിൽ സ്പിരിച്വലി അഡ്വാൻസ് ആയിട്ടുള്ളൊരു വ്യക്തി തന്നെ ലീഡർഷിപ്പിൽ വരുവാണെങ്കിൽ ബെസ്റ്റ് അതാണെന്നുള്ളത്. കാര്യം അവർ സ്പിരിച്വൽ വാല്യൂസിനെ നിലനിർത്തിക്കൊണ്ട് ബാക്കി മാനേജ്മെൻറ്റ് ചെയ്യും. അങ്ങനെ കഴിവുള്ളവരുണ്ട്, അത് വളരെ ചുരുക്കമായിരിക്കാം ഒരു പക്ഷേ, അല്ലെങ്കിൽ ഉണ്ടാവാം, തീർച്ചയായിട്ടും ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരാണ് പെർഫെക്റ്റ് ആവുക. അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് മാത്രമായി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ വ്യത്യാസമുണ്ട്. അപ്പോൾ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ക്ഷത്രിയരുടെ ഒരു ലക്ഷണം ജനറൽ കാര്യങ്ങൾ പറയുമ്പോഴും കൃഷ്ണ കോൺഷ്യസിൽ നമ്മളൊരു പ്രസ്ഥാനത്തിലിരിക്കുമ്പോൾ അതിനെ മാനേജ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. എല്ലാം ഇവിടെ ശിലപ്രഭാത് അവസാനത്തെ വരിയിൽ പറയുന്നതാണ്, നമ്മുടെ ത്രിഗുണങ്ങളെ അനുസരിച്ചിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളനുസരിച്ച് നമ്മൾ ഓരോ ഡ്യൂട്ടീസ് ഉണ്ട്, സ്വധർമ്മമുണ്ട്. അത് നമ്മൾ ചെയ്യണം. എങ്ങനെയായിരിക്കണം ചെയ്യേണ്ടത്? കൃഷ്ണാവബോധത്തിലായിരിക്കണം അതെല്ലാം ചെയ്യേണ്ടത് എന്നുള്ളത്. ഇനി ഇതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം ശിലപ്രഭാജി ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ജനറലി നമ്മുടെ എല്ലാവരുടെയും അവസ്ഥയാണ് ഇവിടെ പറയുന്നത്, സ്വധർമ്മം ചെയ്യണം. സ്വധർമ്മം ചെയ്യണം ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ്. നമ്മുടെ സ്വധർമ്മം ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങളാണ്. നമ്മൾ വീട്ടിലെ ആളുകളെയും അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെയിൻ്റെനൻസിനും നമ്മുടെ മെയിൻ്റെനൻസിനും വേണ്ടിയിട്ട് നമ്മൾ ശൂദ്രൻ്റെ പണിയെടുക്കുന്നു, ശമ്പളം വാങ്ങിക്കുന്നു, കുഴപ്പമില്ല. അറ്റ് ദ സെയിം ടൈം നമ്മൾ കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം ഭഗവത് സേവനങ്ങളിലേക്ക് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും വേണ്ടി ഭഗവത് സേവനങ്ങളിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അല്ലാത്ത സമയത്ത് നമ്മുടെ പരോധർമ്മവും നമ്മൾ ചെയ്യുന്നു. പരോധർമ്മം എന്താണ്? യഥോ ഭക്തി രഥോക്ഷജെ, ഭഗവാനെ ആരാധിക്കുക, നാമം ജപിക്കുക എന്നുള്ളത്. ഇവിടെ പരോധർമ്മത്തെക്കുറിച്ച് പറയുന്നില്ല ഈ ശ്ലോകത്തിൽ. ഭഗവാൻ ഇവിടെ ആദ്യത്തെ കുറച്ച് നോളജ് കൊടുത്തുകൊണ്ടിരിക്കുക, പടിപടിയായിട്ട് അർജുനന് പറഞ്ഞു കൊടുക്കുകയാണല്ലേ. ഇവിടെ ഡയറക്റ്റ്ലി പറയുന്നത് മെറ്റീരിയൽ ഡ്യൂട്ടീസ്, അല്ലെങ്കിൽ മെറ്റീരിയൽ എന്ന് പറയേണ്ട വർണ്ണാശ്രമ ധർമ്മത്തിൽ ഇരുന്നു കൊണ്ടുള്ള ഡ്യൂട്ടീസിനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ പരോധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയുത സേവനങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ എടുക്കുവാണെങ്കിൽ, ഉദാഹരണം അർജുനൻ്റെ ഉദാഹരണം നമുക്ക് ഫുള്ളി ചിലപ്പോൾ അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വാട്ട് വി ഹാവ് ടു ഡു ഇൻ അവർ സിറ്റുവേഷൻ, ഈ ശ്ലോകം നമ്മൾ എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യും, ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഭഗവാൻ പറയുന്നത് എന്താണ്? അപ്പോൾ ശീലപ്രഭാജി ഇതിന് എക്സ്പ്ലനേഷൻ തരുന്നു. നമ്മൾ എന്താണോ ചെയ്യുന്നത്, എന്ത് ഡ്യൂട്ടീസാണുള്ളത്. അപ്പോൾ ടേക്കിംഗ് കെയർ ഓഫ് ഫാമിലി ഡ്യൂട്ടിയാണ് തീർച്ചയായിട്ടും. അതിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ചെയ്യണം, അതൊരു ഡ്യൂട്ടി ആയിട്ട് വരുന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ബാക്കി അങ്ങനത്തെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണോ അതെല്ലാം ചെയ്യുന്നു. കൂട്ടത്തിൽ ഇതെല്ലാം ചെയ്യുന്നത് കൃഷ്ണാവബോധത്തിലായിരിക്കണം എന്ന് മാത്രം, അതാണ് കാര്യം. പിന്നെ കിട്ടുന്ന വരുമാനത്തിൻ്റെ ഭാഗം ഭഗവത് സേവനങ്ങളിലേക്ക് ഉപയോഗിക്കുന്നു, മതി. ഇത്രയും പറയുന്നുള്ളൂ, സിമ്പിളാണ്. അപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല. ഇതിലും വെച്ച് ഈ പറയുന്ന നമുക്ക് ക്ഷത്രിയൻ്റെ ബ്രാഹ്മണൻ്റെ ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ ആ ക്വാളിറ്റികളെ നമ്മൾ ഭഗവത് സേവനങ്ങളിലേക്ക് ഉപയോഗിക്കുക. ഇപ്പോൾ പ്രചരണം ചെയ്യാൻ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ, പഠിപ്പിക്കാനുള്ളൊരു നേച്ചറുള്ള ഒരാളാണെങ്കിൽ, ശാസ്ത്രങ്ങൾ പഠിപ്പിക്കുന്നു, അവർക്ക് ബ്രാഹ്മണരുടെ ഒരു ക്വാളിറ്റി ഉണ്ടാവും അവരോട്.
സോ അതിന് ആ ഒരു സേവനം അവർ എടുക്കുന്നതായിരിക്കും അവർക്ക് ഏറ്റവും നല്ലത്, അങ്ങനെയുള്ളവർക്ക്. അതുപോലെ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ അത്. പക്ഷേ ഇതെല്ലാം എവറിത്തിങ് ഷുഡ് ബി ഡൺ ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതാണ് ആദ്യത്തെ അണ്ടർസ്റ്റാൻഡിങ്. രണ്ടാമത്തെ ഒരു കാര്യം ശില പ്രഭുപാദി പറയുന്നത്, ഇനി അതീന്ദ്രിയ തലത്തിൽ വരുന്ന സമയത്ത് ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം, ഏത് കേസിലും ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഇരിക്കുന്ന അവസ്ഥയാണെങ്കിലും ഇനി അതിനപ്പുറത്തേക്ക് അതീന്ദ്രിയ തലത്തിലേക്ക് കടക്കുന്ന സമയത്താണെങ്കിലും ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ ഗുരു പറയുന്നത് ഡു യുവർ ഡ്യൂട്ടി ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ് എന്നായിരിക്കും നമ്മളോട് പറയുന്നത്. എന്നാൽ വൺസ് ഇത് ട്രാൻസെൻഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതീന്ദ്രിയ തലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കോൺഷ്യസ്നസ്, അല്ലെങ്കിൽ ആ ഒരു ശുദ്ധ ഭക്തിയിലേക്ക് എത്തുന്ന സമയത്ത്, ആ സമയത്ത് സ്പിരിച്വൽ മാസ്റ്റർ ചിലപ്പോൾ വേറെ ഇൻസ്ട്രക്ഷൻ ആയിരിക്കും തരിക. ചിലപ്പോൾ ഒരു ബ്രാഹ്മണനോട് ക്ഷത്രിയൻ്റെ കാര്യം ചെയ്യാൻ പറയും, ക്ഷത്രിയനോട് ബ്രാഹ്മണൻ്റെ കാര്യം ചെയ്യാൻ പറയും. തെറ്റില്ല, ചെയ്യാൻ സാധിക്കും. കാര്യം അവർ ഓൾറെഡി ഈ ത്രിഗുണങ്ങളുടെ ലെവലിൽ നിന്ന് മുകളിലേക്ക് കടന്നു കഴിഞ്ഞു. അങ്ങനെയുള്ളവർക്ക് ബ്രാഹ്മണൻ ക്യാൻ ആക്ട് ആസ് ക്ഷത്രിയ, ക്ഷത്രിയ ക്യാൻ ആക്ട് ആസ് ബ്രാഹ്മണ. അതിനുള്ളൊരു ഉദാഹരണം ഇവിടെ വിശ്വാമിത്ര മുനിയുടെയും പരശുരാമൻ്റെയും പറയുന്നു. വിശ്വാമിത്ര മുനി ക്ഷത്രിയനായിട്ട് ജനിച്ച വ്യക്തിയാണ്. എന്നാൽ അദ്ദേഹം പിന്നീട് ബ്രാഹ്മണനാവുന്നുണ്ട്. ഒരു സ്റ്റോറിയുണ്ട് അതിൻ്റെ പുറകിൽ. പരശുരാമൻ ആണെങ്കിൽ ബ്രാഹ്മണനാണ് ശരിക്കും, പക്ഷേ അദ്ദേഹം ക്ഷത്രിയൻ്റെ റോളാണ് എടുക്കുന്നത് പിന്നീട്, അല്ലേ? ഒരുപാട് അധർമ്മികളായിട്ടുള്ള രാജാക്കന്മാരെ അദ്ദേഹം നിഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത് ക്ഷത്രിയൻ ചെയ്യേണ്ടതാണ്, പക്ഷെ അദ്ദേഹം ബ്രാഹ്മണനായിട്ടും അത് ചെയ്യുന്നു. ബിക്കോസ് ഹയർ കോസിന് വേണ്ടിയിട്ട്. കാര്യം ഇവർ രണ്ടുപേരും സാധാരണ ആളുകളല്ല, അല്ലേ? അവർ അതീന്ദ്രിയ തലത്തിലേക്ക് അവരുടെ ബോധം കൃഷ്ണബോധത്തിലുള്ളവരാണ്. സോ ദേ ക്യാൻ ആക്ട് ലൈക്ക് ദാറ്റ്. സോ അത് നമ്മൾ അവിടെ സർപ്രൈസ് ആവേണ്ട ആവശ്യമില്ല. ബട്ട് ജനറലി പറയുകയാണെങ്കിൽ ഫോർ ഓൾ ഓഫ് us വി ഷുഡ് ഡു അവർ ഡ്യൂട്ടി ആസ് പെർ ദ നേച്ചർ. എന്താണ് നേച്ചർ? മോഡ്സ് ഓഫ് നേച്ചർ അനുസരിച്ച് ത്രികോണങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്താണ് നമ്മുടെ ഡ്യൂട്ടീസ്, സ്വധർമ്മം അത് ചെയ്യുന്നത് എങ്ങനെയാണ്? കൃഷ്ണാബോധത്തിൽ അത് ചെയ്ത് മുന്നോട്ട് പോവുക. ബാക്കി പിന്നീട് ഗുരു നമ്മുടെ പ്രോഗ്രസ് അനുസരിച്ചിട്ട് ചിലപ്പോൾ പറയും. അപ്പോൾ ചിലവരിൽ ഗുരു കാണും ബ്രാഹ്മണരുടെ ക്വാളിറ്റീസും ഉണ്ട്, ക്ഷത്രിയരുടെ ക്വാളിറ്റീസും ഉണ്ട്. അപ്പോൾ ഗുരു കാണുകയാണെങ്കിൽ അതായത് ബ്രാഹ്മണനായിട്ട് അദ്ദേഹം നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്, പക്ഷെ അറ്റ് ദ സെയിം ടൈം ഹി ഹാസ് സം ക്ഷത്രിയ ക്വാളിറ്റീസ് ഓൾസോ. സോ ലെറ്റ് us എക്സ്പ്ലോർ ദാറ്റ്. ബിക്കോസ് ഇദ്ദേഹം നന്നായിട്ട് ചെയ്യാൻ കഴിവുള്ളതാണ്. കാര്യം ഈ ബ്രാഹ്മണൻ്റെ ഡ്യൂട്ടീസും വളരെ നന്നായി ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ഷത്രിയൻ്റെ ഡ്യൂട്ടീസും ആ വ്യക്തിക്ക് ചിലവ് ചെയ്യാൻ സാധിക്കും. കാര്യം അതിനോട് ഇൻക്ലിനേഷനും ഉണ്ട്. അങ്ങനെ ചില ആളുകളൊക്കെ ഉണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിലും. അപ്പോൾ അത് കണ്ട് ഗുരു മഹാരാജ് അവരുടെ ഗുരു ഉപദേശങ്ങൾ കൊടുക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഹിസ് ഗ്രേസ് ഗൗരംഗ പ്രഭു, അദ്ദേഹം വന്ന സമയത്ത് IIT നിന്ന് പാസ് ഔട്ടായി അദ്ദേഹം ബ്രഹ്മചാരിയായി ജോയിൻ ചെയ്യുന്നു ചൗപ്പാട്ടി ടെമ്പിളിൽ. അപ്പോൾ ശില രാധാനാഥ മഹാരാജ് അദ്ദേഹം ചെയ്യുന്ന സർവീസ് പ്രീച്ചിങ് ആയിരുന്നു. അത് ശാസ്ത്രം അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ്. അദ്ദേഹം പഠിച്ച് ഹൈലി ഇൻ്റലക്ച്വലാണ്. സോ അദ്ദേഹം ശാസ്ത്രം പഠിപ്പിക്കുന്നു. അതായിരുന്നു പ്രീച്ചിങ് ആയിരുന്നു. അദ്ദേഹം അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അദ്ദേഹം ഫേമസ് ആയി തുടങ്ങി. ചെറുപ്പമായിരുന്നു, ചെറിയ സമയത്തെ അദ്ദേഹം ഫേമസ് ആയി തുടങ്ങി. അപ്പോൾ ബ്രാഹ്മണൻ്റെ ക്വാളിറ്റീസ് അദ്ദേഹത്തിന് ഓൾറെഡി അദ്ദേഹം ബ്രാഹ്മണ കുടുംബത്തിലും ജനിച്ചതാണ്. പക്ഷേ അതേപോലെ തന്നെ അദ്ദേഹത്തിന് ആ ക്വാളിറ്റീസും ഉണ്ടായിരുന്നു. അപ്പോൾ അത് അദ്ദേഹം പരിപോഷിച്ച് മുന്നോട്ട് പോന്നു. ഗുരുവിൻ്റെ ആജ്ഞപ്രകാരം അത് ചെയ്തു പോയി. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഗുരു നിർദ്ദേശം മാറ്റി. അദ്ദേഹം പറഞ്ഞു, ഇനി പ്രീച്ചിങ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഫോക്കസ് ഓൺ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു. കാര്യം എന്തുകൊണ്ടത് പറഞ്ഞു വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അത് സ്കില്ലുണ്ടായിരുന്നു. ഹീ ഹാഡ് ഓൾ ദ സ്കിൽസ്. സോ ഇദ്ദേഹം എന്തെങ്കിലും ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്വർണ്ണാക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ക്വാളിറ്റി ഉള്ളൊരു സ്പെഷ്യലായിട്ടുള്ളൊരു വ്യക്തിത്വമാണ്. സോ ഗുരു മഹാരാജ് മനസ്സിലാക്കി, നൗ ഹീ ക്യാൻ ഫോക്കസ് ഓൺ അഡ്മിനിസ്ട്രേഷൻ. സോ അദ്ദേഹത്തിന് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകൾ കൊടുത്തു. ഇത് മറ്റേ പ്രീച്ചിങ് ഒന്ന് പോസ് ചെയ്യാൻ പറഞ്ഞു. ഹി ഡിഡ് ദാറ്റ്. അദ്ദേഹം ചെയ്തു, അതിലും സക്സസ്ഫുള്ളായി. ഇപ്പോൾ എല്ലാത്തിലും സക്സസ്ഫുള്ളാണ് അത്. അഡ്മിനിസ്ട്രേഷനിലും നമ്പർ 1, പ്രീച്ചിങ്ങിലും നമ്പർ 1. അപ്പോൾ അത് അങ്ങനെയുള്ള സ്പെഷ്യലായിട്ടുള്ള ആളുകളുണ്ടാവും. അത് ഗുരുവാണ് മനസ്സിലാക്കുന്നതും. നമ്മളിൽ ആ കഴിവുകൾ കാണുമ്പോൾ ഗുരു അത് നമ്മളോട് പറയുന്നു, അതനുസരിച്ച് ചെയ്യുക. അപ്പോൾ ജനറലി അതാണ് പറയുന്നത്, ഗുരുവും ഡിസൈപ്പിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം.
അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഗുരുവിന് നമ്മുടെ നേച്ചർ എന്താണെന്ന് അറിയോ ചോദ്യമായിരിക്കും. അപ്പോൾ അതിനാണ് ശിക്ഷാഗുരു ഉള്ളത്. ദീക്ഷാഗുരു ഇല്ലെങ്കിൽ ശിക്ഷാഗുരു ഉണ്ട്. ശിക്ഷാഗുരുവിന് അറിയാം നമ്മുടെ ഇൻക്ലിനേഷൻ എന്താണ്. ആക്ച്വലി ശിക്ഷാഗുരുവും ആ ഡിസൈപ്പിളും തമ്മിലുള്ള റിലേഷൻ അത്രയും നല്ലതാണെങ്കിൽ മനസ്സിലാവും. ജസ്റ്റ് ഫോർമാലിറ്റിക്കാണെങ്കിൽ ആ ഒരു റിലേഷൻ സ്ട്രോങ് അല്ലെങ്കിൽ മനസ്സിലാക്കാനും ബുദ്ധിമുട്ടായിരിക്കും. കാര്യം ഡിസൈപ്പിളിൻ്റെ നേച്ചർ മുഴുവനും ശിക്ഷാഗുരുവിന് മനസ്സിലായാലേ അതനുസരിച്ചിട്ട് കാര്യങ്ങൾ എന്താ പറയുക, എന്തെങ്കിലും പറയാനോ പറഞ്ഞു കൊടുക്കാനോ ഗൈഡ് ചെയ്യാനോ സാധിക്കുകയുള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഹൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയില്ല. ആരും മാജിക്ക് കാണിക്കാൻ ഉള്ളിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല. കുറേയൊക്കെ മനസ്സിലാവും നമ്മുടെ ഓരോരുത്തരുടെയും പെരുമാറ്റവും നേച്ചറും ഒക്കെ അനുസരിച്ച്. പക്ഷെ ചില കാര്യങ്ങളൊക്കെ ആ റിലേഷൻഷിപ്പ് വരുമ്പോൾ ശരിക്കും ഒരു സറണ്ടർ വരുമ്പോഴാണ് ഇതെല്ലാം റിവീൽ ആവുന്നത് ബേസിക്കലി. ഇപ്പോൾ നമ്മുടെ നമ്മുടെ ദീക്ഷാഗുരുവിൻ്റെ ശരിക്കും നമ്മൾ ശരണം പ്രാപിക്കുമ്പോൾ ദീക്ഷാഗുരു എന്ത് പറയുന്നു അത് ഫോളോ ചെയ്യും നമ്മൾ. ശ്രീല പ്രഭുപാദിയോട് പറഞ്ഞു പ്രചരണം ചെയ്യണം, ഇംഗ്ലീഷിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ പോകണം, ഇത്രയേ പറഞ്ഞുള്ളൂ. ആകെ 2-3 പ്രാവശ്യം കണ്ടിട്ടേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം പൂർണ്ണമായിട്ടും അദ്ദേഹത്തിൻ്റെ വാക്കുകളെ അദ്ദേഹം ശിരസിൽ ധരിച്ച് അദ്ദേഹം മുന്നോട്ട് പോവാണ്. ചെയ്യാൻ സാധിക്കുകയില്ലെന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ല. പക്ഷേ ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് നമ്മുടെ ശ്രീല പ്രഭുപാദിൻ്റെ ഉള്ളിലുള്ള കഴിവുകളെ നേച്ചറിനെയും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ഹീ ക്യാൻ ഡൂ ദിസ്. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലക്ഷ്യമായിരുന്നു, അല്ലെങ്കിൽ മഹാപ്രഭു ആഗ്രഹിച്ചതായിരുന്നു പൃഥ്വി മുഴുവനും കൃഷ്ണാവബോധം എത്തിക്കണം എന്നുള്ളത്, ലോകം മുഴുവനും. അത് ആർക്ക് സാധിക്കും എന്നുള്ളത് ക്വസ്റ്റ്യൻ ആയിരുന്നു. ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് തുടക്കമിട്ടു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഡിസൈപ്പിൾസിൽ വെച്ച് ശ്രീല പ്രഭുപാദിനെ കണ്ടപ്പോഴേ മനസ്സിലായി ഹീ ക്യാൻ ഡു ദ റെസ്റ്റ്. അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു. രണ്ടാമത്തെ കൂടിക്കാഴ്ചയിലെ ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞു. കാര്യം ഇൻസ്ട്രക്ഷൻ വെറുതെ കൊടുക്കുകയല്ല, ഇൻസ്ട്രക്ഷൻ പ്ലസ് എംപവർമെൻ്റ് ആണ് കൊടുക്കുന്നത്. ആൻഡ് ഹീ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഹീ ക്യാൻ ഡു ഇറ്റ്. ഇദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് അദ്ദേഹത്തിന് ഉറപ്പ്. കാര്യം അതാണ് ഒരു ഗുരുവിൻ്റെ ലെവൽ. അപ്പോൾ അത് ഏൽപ്പിച്ചു. സക്സസ്ഫുൾ എന്ന് പറഞ്ഞാൽ ചെറിയ സക്സസ് ഒന്നല്ല. ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് എത്ര സന്തോഷിക്കുന്നുണ്ടാവും ശ്രീല പ്രഭുപാദിൻ്റെ ഈ ഒരു സക്സസ്സിൽ. തീർച്ചയായിട്ടും. അപ്പോൾ അതാണ് ശ്രീ ഗുരു നമ്മുടെ മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുക. പിന്നെ നാച്ചുറലി ഇത് നമ്മൾ ഭക്തിയുത സേവനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ സിൻസിയറിറ്റിയോട് കൂടി നമ്മൾ ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്നുണ്ട്, നാമം ജപിക്കുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട് നമ്മുടെ ഭാഗത്തു നിന്നെല്ലാം നല്ല രീതിയിലെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് നിർദ്ദേശങ്ങൾ ഭഗവാനും ഉള്ളിൽ നിന്നും ഗുരുവും ഒക്കെ നമുക്ക് തരുന്നു. നമ്മുടെ സിൻസിയറിറ്റി അനുസരിച്ചിട്ടാണ് ഇതൊക്കെ റിവീൽ ആവുന്നത്. അതാണ് പോയിന്റ്. ശ്രീല പ്രഭുപാദ് സിൻസിയർ ആയിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗുരു റിവീൽ ചെയ്തു, അദ്ദേഹത്തിന് മനസ്സിലായി, അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചു. അപ്പം നമ്മുടെ എഫേർട്ടും സിൻസിയറിറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ റെവലേഷൻസ് ഒക്കെ നടക്കുന്നത്. ഭഗവാനും റിവീൽ ചെയ്യുന്നത്, ശ്രീ ഗുരുവും റിവീൽ ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അടുത്തൊരു ശ്ലോകം നോക്കട്ടെ. 36. അപ്പോൾ ഇതെല്ലാം കേട്ടു അർജുനൻ. സ്വധർമ്മത്തെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞു. ഇനി അർജുനൻ എന്താ പറയുന്നത് നോക്കാം. അർജുനോവാച അതാകേന പ്രയുക്തോയം പാപം ചരതി പുരുഷഃ അനിച്ഛൻ അപി വാർഷ്ണേയ ബലാത് ഇവ നിയോജിതഃ. ഓക്കെ, വായിക്കൂ. അർജുന ഉവാച അഥ കേന പ്രയുക്തോയം പാപം ചരതി പുരുഷം അനിച്ഛന്നപി വാർഷ്ണേയ ബലാദിവ നിയോജിത. ഹരേ കൃഷ്ണ. അർജുന ഉവാച അഥ കേന പ്രയുക്തോയം പാപം ചരതി പുരുഷഃ അനിച്ഛന്നപി വാർഷ്ണേയ ബലാദിവ നിയോജിതഃ. ഹരേ കൃഷ്ണ. ഓക്കെ, വെരി ഗുഡ്. ഇനി വേറെ ആരെങ്കിലും വായിക്കുന്നില്ലെങ്കിൽ ട്രാൻസ്ലേഷൻ വായിക്കൂ പപ്പോട്ടും. ഓക്കെ, വിവർത്തനം വായിച്ചോളൂ. അർജുനൻ പറഞ്ഞു, വാർഷ്ണേയ
ഏതിനാലാണ് ഒരാൾ തനിക്കിഷ്ടമല്ലെങ്കിൽ പോലും ബലാത്കാരേണ എന്ന പോലെ പാപം ചെയ്യാൻ പ്രേരിതനാകുന്നത്? ഭാവാർത്ഥം: ജീവാത്മാവ് കൃഷ്ണന്റെ ഒരംശമെന്ന നിലയിൽ മൗലികമായി ആത്മീയവും ശുദ്ധവും എല്ലാ ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും മുക്തനുമാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ഭൗതിക പ്രപഞ്ചത്തിലെ പാപങ്ങൾ അവനെ ബാധിക്കുന്നില്ല. എങ്കിലും പ്രകൃതിയോടുള്ള സമ്പർക്കം മൂലം ജീവസത്ത യാതൊരു മടിയുമില്ലാതെ പല പാപങ്ങളും ചെയ്തു പോകുന്നു. ചിലപ്പോൾ തന്റെ ആഗ്രഹത്തിന് എതിരായിരുന്നിട്ട് പോലും. ആ നിലയ്ക്ക് ജീവാത്മാക്കളുടെ വൈരുദ്ധ്യ സ്വഭാവത്തെ ചൂണ്ടിക്കാട്ടുന്ന അർജുനന്റെ ഈ ചോദ്യം ആശാവഹമാണ്. പാപം ചെയ്യാനിച്ഛിക്കുന്നില്ലെങ്കിലും ചിലപ്പോഴത് ചെയ്യേണ്ടതായി വരുന്നു. എങ്കിലും അന്തര്യാമിയായ പരമാത്മാവിനാൽ പ്രചോദിതങ്ങളല്ല ആ ദുഷ്കർമ്മങ്ങൾ. അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നത് പോലെ മറ്റൊരു കാരണമാണ് അതിന് പിന്നിൽ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. അപ്പോൾ അർജുനൻ ചോദിക്കുന്ന ചോദ്യം ഇതെല്ലാം കേട്ടോ അർജുനൻ ചോദിക്കുക, ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു സംശയമുണ്ട്. അർജുനൻ പറയുക, ആഗ്രഹം ഇല്ല തെറ്റ് ചെയ്യണം എന്നുള്ളത്, പാപങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹവും ഇല്ല, തെറ്റാണ് ചെയ്യുന്നതെന്ന് അറിയാം, പക്ഷെ എന്നാലും അത് ചെയ്യാനുള്ള പ്രേരണ വരുന്നു, നമ്മൾ ചെയ്യുന്നു, അൺവില്ലിംഗ്ലി ചെയ്യുന്നു. അൺവില്ലിംഗ്ലി വി ആർ ഇമ്പെൽഡ് ഓർ വി ആർ ഫോഴ്സ്ഡ് ടു ഡു സിൻഫുൾ ആക്ടിവിറ്റീസ്. ഹൗ? അതെങ്ങനെ സംഭവിക്കുന്നു? ആരോ ബലാത്കാരത്തോടു കൂടി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പോലെ. സത്യമാണ് അല്ലേ? അങ്ങനെയാണ് സംഭവിക്കുന്നത് പലപ്പോഴും. ശിലപ്രഭാജി ഭാവാർത്ഥത്തിൽ പറയുന്നു, ആക്ച്വലി സ്പിരിറ്റ് സോൾ, നമ്മൾ ഓരോരുത്തരും നമ്മളോരോരുത്തരും ആത്മാക്കളാണല്ലോ. സോ ആത്മാവ് ഒറിജിനലി സ്പിരിച്വലാണ് നേച്ചർ അല്ലേ? നമുക്കറിയാം ഭഗവാന്റെ അംശമാണ്. മമയ വംശോ ജീവലോകെ ജീവഭൂത സനാതന. ഈ ആത്മാവ് ഇവിടെ ഈ ഭൗതിക ലോകത്തിൽ വരുമ്പോൾ ഭൗതിക ശരീരം സ്വീകരിക്കേണ്ടി വരുന്നു. എക്സ്റ്റേണലി കവറിങ് ആയിട്ട് ഡ്രസ്സ് ഇടുന്ന പോലെ, നമ്മൾ ഇതിൽ ഭഗവത്ഗീതയിലെ 2ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്ന പോലെ. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഭൗതിക മെറ്റീരിയൽ നേച്ചറായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ ഈ പറയുന്ന ഗുണങ്ങളും ത്രിഗുണങ്ങളും വരുന്നു. അങ്ങനെയാണ് ഈ പാപകർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത്. അപ്പോൾ അർജുനൻ്റെ ചോദ്യം വളരെ നല്ല ചോദ്യമാണ്. അപ്പോൾ ഒരു കാര്യം ശിലപ്രഭുജിയോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ പാപങ്ങൾ ചെയ്യുന്നത് പരമാത്മാവായിട്ടുള്ള ഭഗവാൻ ഹൃദയത്തിലിരുന്നു കൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണോ? അതല്ല, അത് തെറ്റാണ്. ഭഗവാനല്ല നമ്മളെ കൊണ്ട് ഫോഴ്സ് ചെയ്യിപ്പിക്കുന്നത് ചെയ്യാൻ. പക്ഷെ വേറെ എന്തോ ആണ് ഫോഴ്സ് ചെയ്യുന്നത്. ഭഗവാൻ ആ പാപം ചെയ്യുന്ന സമയത്ത് മിണ്ടാണ്ടിരിക്കുന്നുണ്ട്, സാങ്ഷൻ ചെയ്യുന്നുണ്ട്. ബട്ട് ഹീ ഈസ് നോട്ട് ഫോഴ്സിങ് അസ് ടു ഡു. സാങ്ഷൻ ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ അദ്ദേഹം സാങ്ഷൻ ചെയ്ത ഒന്നും നടക്കില്ല. നല്ല കാര്യങ്ങളാണെങ്കിലും ചീത്ത കാര്യങ്ങളാണെങ്കിലും ഭഗവാന്റെ സാങ്ഷനുണ്ട്. പക്ഷേ വേറെ എന്തോ ആണ് അതിൻ്റെ മുമ്പിലേക്ക് വരുന്നത്, ആക്ട് ചെയ്യുന്നത്, അതിനേക്കാൾ ഫോഴ്സോട് കൂടിയിട്ട്. അപ്പോൾ എന്തുകൊണ്ട് ഭഗവാൻ മിണ്ടാതിരിക്കുന്നു? തെറ്റുകൾ ചെയ്യാൻ, ആരെങ്കിലും പാപങ്ങൾ ചെയ്യാൻ വരുന്ന സമയത്ത് ഭഗവാൻ മിണ്ടാതിരിക്കുകയാണോ? ആക്ച്വലി അല്ല. പല അവസരങ്ങളിലായിട്ട് അദ്ദേഹം തെറ്റാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കാൻ നോക്കുന്നുണ്ട് പല രീതിയിലൂടെ. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ, ആ ആളുകളുടെ ഇത് ചെയ്യാനുള്ള ആസക്തിയാണ് കൂടുതലെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ശക്തി കൂടുതലാണെങ്കിൽ ഭഗവാൻ പറഞ്ഞു, ഓക്കെ, നൗ ഇറ്റ് ഈസ് അപ് ടു യു. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി നീ എന്താ ചെയ്തോളൂ, അതിൻ്റെ ഫലം നീയും അനുഭവിക്കേണ്ടി വരും. ദാറ്റ്സ് ഓൾ. സിമ്പിൾ. ആക്ച്വലി അതാണ്. ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു മകനും അച്ഛനും, അല്ലെങ്കിൽ ഒരു മകളും അച്ഛനും അമ്മയും പാരൻസും, അതായത് ഒരു മോശമായിട്ടുള്ള വഴിയിലൂടെ പോകാമെന്ന് വയ്ക്കുക. ലഹരി ഉപയോഗിച്ച് വീട്ടിൽ വരാതെ വളരെ മോശമായിട്ട് നടക്കുന്ന ഒരു കുട്ടി, കോളേജിൽ പഠിക്കുന്ന കുട്ടി, അച്ഛനും അമ്മയും മാക്സിമം ട്രൈ ചെയ്യും അവരെ ആ കുട്ടിയെ നന്നാക്കാൻ വേണ്ടിയിട്ട്. എല്ലാം ശ്രമിച്ചിട്ടും
പിന്നെ വിട്ടുപോവാണെങ്കിലോ, അല്ലെങ്കിൽ പിന്നെയും ചെയ്യാൻ തയ്യാറല്ലെങ്കിലോ? ഇന്നലെ ചൈതന്യ ചരൺ പ്രഭു ഇതിനെ സംബന്ധിച്ചൊരു എക്സാമ്പിളും പറഞ്ഞു. അദ്ദേഹം ഇന്നലെ ക്ലാസ്സിൽ വന്നവർ കേട്ടിട്ടുണ്ടാവും. ഒരു ഫോറിനർ, ഒരു US ഒരു ഡിവോട്ടി, അദ്ദേഹത്തിന് ക്ലാസ് എടുക്കുന്ന സമയത്ത് അവിടെ ഒരു പ്രായമായിട്ടുള്ളൊരു മുത്തശ്ശനുണ്ടായിരുന്നു ക്ലാസ്സിൽ. ഒരു 50-60 വയസ്സായിട്ടുള്ള ഒരാളും കൂടെ ഒരു ചെറിയൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ പെൺകുട്ടി ഗ്രാൻഡ് ഡോട്ടറാണ്. അങ്ങനെ ഇദ്ദേഹത്തുമായിട്ട് സംസാരിച്ചപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ പെൺകുട്ടിയുടെ ഗ്രാൻഡ് ഡോട്ടർ, അതായത് അദ്ദേഹത്തിൻ്റെ മകള് ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. ഒരുപാട് ഇദ്ദേഹം ട്രൈ ചെയ്തു കുട്ടിയെ സ്വന്തം മകളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാം. പക്ഷേ ഓരോ പ്രാവശ്യവും അവർ ഇങ്ങനെ കൂടെ പോയി അവസാനം വീട്ടിലെ പൈസയെല്ലാം എടുത്തു കൊണ്ടുപോയിട്ട് എബ്സ്കോണ്ടിങ് ആവുന്നു, കുട്ടിയെയും കൊണ്ടുപോകുന്നു. അപ്പോൾ കുട്ടിയെ നോക്കുന്നില്ല, ലഹരി ഉപയോഗിച്ച് ഫുൾ കയ്യിൽ നിന്ന് പോയ ഒരു കാര്യം, ആ ഒരു അവസ്ഥ. പിന്നീട് അച്ഛൻ വീണ്ടും ട്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്, എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മകളെ. കുറേ കഴിഞ്ഞപ്പോൾ മകളെ അച്ഛനെ ഇറക്കി വിട്ട പോലെയായി, ശത്രുവായി മാറുന്നു. അച്ഛൻ ഉപദേശം കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ പിന്നെ അതൊന്നും എഫക്റ്റീവ് ആവാതെയായി, അവസാനം ശത്രുവിനെ പോലെയായി. നല്ലത് ഉദ്ദേശിച്ചിട്ടാണ് അച്ഛൻ പറയുന്നത്, പക്ഷേ മകൾ കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ. അപ്പോൾ കുറേ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധിക്കുന്നില്ല, തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. മാക്സിമം ട്രൈ ചെയ്യുന്നോളം ശത്രുത കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ്. അത് കഴിഞ്ഞ് അവസാനം അവർക്ക് തന്നെ തോന്നിയിട്ട് അവർ തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അതേപോലെയാണ് നമ്മുടെ കാര്യം. ഭഗവാനും നേരിട്ട് നമ്മളോട് പല കാര്യങ്ങളും ഭഗവാൻ നേരിട്ട് നമ്മളെ കൊണ്ട് ഉള്ളിൽ തോന്നിപ്പിക്കുന്നുണ്ട്, തെറ്റാണ് ചെയ്യണ്ട. വേറെ വ്യക്തികളിലൂടെ, ഗുരുജനങ്ങളിലൂടെയും മറ്റുള്ള ഭക്തരിലൂടെയോ അല്ലെങ്കിൽ ആരെങ്കിലൂടെയും ഭഗവാൻ പറയുന്നു, നോ, ഡോണ്ട് ഡു ഇറ്റ്. ശാസ്ത്രങ്ങളിലൂടെ പറയാൻ ശ്രമിക്കുന്നു, ഇത് ചെയ്യുവാണെങ്കിൽ ഇതാണ് ഫലം ഉണ്ടാവുക, ഇത് തെറ്റാണ്, ഇത് ശാസ്ത്രവിരുദ്ധമാണ്, ചെയ്തു കഴിഞ്ഞാൽ അതിന് വേറെ നെഗറ്റീവായിട്ടുള്ള റിസൾട്ടായിരിക്കും കിട്ടുന്നത്. സോ ബി കെയർഫുൾ, ഡോണ്ട് ഡു ഇറ്റ് എന്ന് പറഞ്ഞിട്ടും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിസ്സഹായാവസ്ഥയിൽ അദ്ദേഹം ശരി, ഓക്കെ, യു ഡു ആൻഡ് യു വിൽ വെൻ യു റിയലൈസ് ഇറ്റ് യു കം ബാക്ക് ടു മീ, ഐ വിൽ വെയിറ്റ് ഫോർ യു. ആ അച്ഛൻ വെയിറ്റ് ചെയ്ത പോലെ, അച്ഛന് ഒന്നും പറ്റാത്ത അവസ്ഥയായി. അദ്ദേഹം പഠിച്ച പണി നോക്കി ഒരു രക്ഷയും ഇല്ല. അവസാനം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നിൽക്കാതെ അദ്ദേഹം വിട്ടുകൊടുത്തു. ഇനി വാട്ട് എവർ യു വോണ്ട് ടു ഡു ഇറ്റ് ആൻഡ് ഐ വിൽ വെയിറ്റ് ഫോർ യു. സംഭവിച്ചു. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. അതേപോലെ തന്നെ നമ്മളെല്ലാവരുടെ അവസ്ഥ അതാണ്. പല രീതികളിലൂടെ പല കർമ്മങ്ങളും ചെയ്ത് ഭഗവാനെ മറന്നുകൊണ്ട് ഭഗവാനിൽ നിന്ന് മുഖം തിരിച്ച് നമ്മുടെ ഇന്ദ്രിയ സുഖഭോഗങ്ങൾക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് ജന്മജന്മാന്തരങ്ങളായിട്ട്. ഭഗവാൻ പറയുന്നുണ്ട്, മോളെ സ്ലോ ഡൗൺ ഒന്ന് സ്ലോ ചെയ്യൂ. എവിടേക്കാണ് നിങ്ങൾ ഓടുന്നത്? പലതവണ പറഞ്ഞിട്ടുണ്ട്, പല രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവും, പല ആളുകളിലൂടെ. നമ്മളിതൊന്നും കേട്ടിട്ടില്ല. നമ്മുടെ ഓട്ടത്തിൻ്റെ സ്പീഡ് നമ്മൾ കൂട്ടുമായിരുന്നു. ഓക്കെ ഭഗവാൻ, ഓക്കെ, ഐ വിൽ കം ബാക്ക് ടു യു, ഞാൻ എന്തെങ്കിലും ഒരു ദിവസം വരാം എന്ന് പറഞ്ഞ്, സമയമായിട്ടില്ല, കുറച്ചും കൂടെ എൻജോയ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഓടി പോകുന്നു. അപ്പോൾ ഭഗവാൻ കാത്തിരിക്കുന്നു, ഓക്കെ പോയിട്ട് വാ, ഞാനിവിടെ തന്നെ ഉണ്ടാവും. നമുക്കെല്ലാവർക്കും സംഭവിച്ചത് അതാണ്. ഭഗവാൻ അവിടെ വെയിറ്റ് ചെയ്തു, നമ്മൾ തിരിച്ചെത്തി. മനസ്സിലായി, ഇവിടെ ഒന്നുമില്ല, ഈ ലോകത്ത് ഒരു എൻജോയ്മെൻറ്റും ഇല്ല, ഓടിയിട്ട് കാര്യമില്ല. സോ ലെറ്റ് മീ ടേക്ക് ഷെൽട്ടർ ഓഫ് യു. അറ്റ്ലീസ്റ്റ് അങ്ങനെ നമ്മളെല്ലാവരും അങ്ങനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിച്ചിട്ടുണ്ടെന്നല്ല പറയുന്നത്, ബട്ട് അറ്റ്ലീസ്റ്റ് എന്തോ അതിലുണ്ടെന്ന് മനസ്സിലാക്കി. അതായത് ഭൗതിക സുഖഭോഗങ്ങളിൽ അല്ലെങ്കിൽ ഇന്ദ്രിയ സുഖഭോഗങ്ങളിൽ കാര്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, അതിലൊന്നുമില്ല എന്നുള്ളത്. വീണ്ടും ചവച്ച് തുപ്പി എടുത്ത് കഴിക്കുന്ന പോലെ, പ്രഹ്ലാദ് മഹാരാജ് ഭാഗവത്തിൽ പറഞ്ഞ പോലെ, പ്രഹ്ലാദ് മഹാരാജിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണത്. ചവച്ച് കളഞ്ഞതിനെ നമ്മൾ കരിമ്പ് ജ്യൂസ് കണ്ടിട്ടില്ലേ? കരിമ്പ് ജ്യൂസ് എത്ര പ്രാവശ്യമാണ് ആ കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്ന ആൾ കയറ്റി വിടുന്നത്. അവസാനം അത് ചണ്ടിയായിട്ട് വന്നാൽ ഇനി പിന്നെയും ട്രൈ ചെയ്യും. അതേപോലെയാണ് നമ്മൾ. കഴിഞ്ഞു, ഇനി ഒന്നുമില്ല, പക്ഷേ എന്നാലും വി വാണ്ട് ടു എൻജോയ്. വീണ്ടും നമ്മുടെ സെൻസസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഡു ഇറ്റ്. അത് ഫോഴ്സ്, അതാണ് പറയുന്നത്, എന്തോ ഒരു ഫോഴ്സോട് കൂടിയിട്ടാണ് സംഭവിക്കുന്നത്. എന്ത് ഫോഴ്സാണെന്ന്
ഉള്ളത് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. എന്താണ് സംഭവം? അപ്പോൾ ഇവിടെ സൂപ്പർ സോൾ അല്ലെങ്കിൽ ഭഗവാൻ പരമാത്മാവായിട്ടിരുന്നു കൊണ്ട് അദ്ദേഹം ഒന്നും ചെയ്യാതെ ഒന്നും പറയാതെ ഇരിക്കുകയല്ല. വേണ്ട രീതിയിൽ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ നമ്മളെ പല രീതിയിലും മനസ്സിലാക്കാൻ നമ്മൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം സാങ്ഷൻ ചെയ്യുന്നു. പക്ഷേ സാങ്ഷൻ ചെയ്തില്ലെങ്കിൽ ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ലല്ലോ. എന്ത് കാര്യമാണെങ്കിലും സാങ്ഷൻ വേണം ഭഗവാന്റെ. സോ വിത്തൗട്ട് സാങ്ഷൻ ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പിന്നെ എന്ത് കാര്യങ്ങളും ചെയ്യണമെങ്കിലും സോ ഹീ വിൽ സാങ്ഷൻ ഇറ്റ്. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ അനുഭവിക്കാനുള്ളത് അനുഭവിക്കുക. ആൻഡ് യു വിൽ കം ബാക്ക് ടു മീ. ഐ നോ, എനിക്കറിയാം നീ വരും എന്നുള്ളത്. പക്ഷേ എന്ന് വരും എന്നുള്ളത് ഇറ്റ്സ് അപ് ടു യു നൗ. യു ഹാവ് ദ ഫ്രീഡം, യു കം, ഐ എം വെയിറ്റിംഗ് ഫോർ യു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മളെ തെറ്റുകൾ ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരം ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അത് നമുക്ക് നാളെ ഇവിടെ വീട്ടിൽ വെച്ച് ചർച്ച ചെയ്യാം. ഹരേ കൃഷ്ണ. താങ്ക് യു. ശില പ്രഭുപാദ് കി ജയ്. ശ്രീമദ് ഭഗവത്ഗീത की जय. समवेद गौर भक्तवृंद की जय. हिताय गौर प्रेम. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. നീതു മാതാജിയുടെ എന്തൊരു സംശയം ഉണ്ടായിരുന്നു, ഞാൻ ഇതുവരെ ആൻസർ ചെയ്തില്ല. സോറി. വേണമെങ്കിൽ ഇപ്പോൾ ഒരു 5 minutes ഉണ്ട്, പറയാം.